ശ്യാംരാജ്, ഓഡിറ്റർ കണ്ടിട്ടില്ല, അറിയിച്ചതിൽ തെറ്റുണ്ടായി, ദേവസ്വം ബോർഡ് ചിലത് അറിഞ്ഞില്ല, ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത്, അങ്ങനെ തുടരെ തിരുത്തലുകൾ വേണ്ടിവരുമെന്നാണ് കെ ജയകുമാർ പറഞ്ഞു വയ്ക്കുന്നത്. ദേവസ്വം പ്രസിഡന്റ് തിരുത്തുന്നത് ആരെയാണ്? ഒന്ന് നോക്കൂ, നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ ഇടതുവശത്തെ കള്ളന്മാരുടെ പേരും കൊള്ളക്കാരാണ് ഇവർ. ഒരു മര്യാദയും ഒരു മാന്യതയും ഇല്ലാതെ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളെയും നമ്മുടെ സംവിധാനങ്ങളെയും എല്ലാം കൊള്ള ചെയ്ത് തച്ചുടച്ച് കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് ഇവർ പേരിട്ട് വിളിച്ച ആളില്ല അയ്യപ്പ സംഘം, ഈ സർക്കാർ നടത്തിയ സംഘമുണ്ടല്ലോ, ഇതിൻ്റെ തുടക്കത്തിൽ ഈ തട്ടിപ്പും വെട്ടിപ്പും പുറത്തു വന്നപ്പോൾ ഇവരെന്താണ് പറഞ്ഞത്? അത് എസ്റ്റിമേറ്റ് ആണ്, പിന്നീട് ബാക്കി കണക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ എന്ന് കേരളത്തിലെ ഇടത് പ്രൊഫൈലുകൾ മൊത്തം ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്ത് അതിൻ്റെ ഇടത് പക്ഷക്കാരെല്ലാം വെട്ടി വിഴുങ്ങുകയായിരുന്ന ക്യാപ്സ്യൂൾ. ഇന്നിപ്പോൾ എന്താ പറയുക? ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് തന്നെ ഒന്ന് പറയുകയാണ്, എന്താണ് അതിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഓഡിറ്റ് ചെയ്യാൻ നേരത്ത് ഓഡിറ്റർ ചോദിച്ച വിവരങ്ങൾ പോലും കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ലെന്നാണ്. ഏത് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ 45 ദിവസത്തിനകം മുഴുവൻ കണക്കുകളും ഹൈക്കോടതിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് ഇവർ നടത്തുന്നത്. ആ 45 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 45 ദിവസം കഴിഞ്ഞു. ആ 45 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മാസം കൊടുത്തു. അങ്ങനെ 120 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഈ കോടതിയിലോട്ട് ഇവർ കണക്കുമായിട്ട് വന്നത്. എൻ്റെ സംശയം, ഇവർ ഇത് കള്ളത്തരവിനെ കൊള്ള ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഇവരുടെ കണക്കില്ലാത്തത്? അതിനർത്ഥം ഈ പറയുന്ന ഈ ഇടതുവശത്തെ കള്ളന്മാരുടെ കയ്യിൽ കൊള്ളക്കാരുടെ കയ്യിൽ കൃത്യമായിട്ട് അവർ കൊള്ള ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടുത്തെ കണക്കുകൾ നോക്കാം. ഇവിടെ ഈ IIIC എന്ന് വിളിക്കുന്ന ഊരാളുങ്കൽ ഗ്രൂപ്പിൻ്റെ അവരുടെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ കൊടുത്തിട്ടുള്ള കണക്ക് 6.5 കോടിയാണ്. 6.55 കോടിയാണ്. ഇപ്പോൾ ദേവസ്വം പറയുന്നു അത് 5 കോടിയിൽ താഴെ 4.9 കോടിയിൽ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഈ 1.5 കോടി ഇവർ കൊള്ള ചെയ്തതാണെന്ന്. എവിടെ ഈ 1.5 കോടി കൊള്ള ചെയ്തതിനകത്തൊരു പ്രശ്നമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, ജനജീവി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് ഈ കൊള്ളയുടെ കാര്യം പുറത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ ഇടതുവശത്തെ കള്ളന്മാർ, കൊള്ളക്കാർ കൊള്ളയടിക്കുന്ന സ്വത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം ഇത് മാറിയാനെ. ഇത് തന്നെയാണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട കൊള്ള സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ കമ്മീഷണർ ആ വിവരം ഹൈക്കോടതിയെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന ഇവരുടെ പത്മകുമാറും എല്ലാ ആളുകളും ഈ പുറത്തിറങ്ങി നടക്കുമായിരുന്നു, മാന്യന്മാരെ പുറത്തിറങ്ങി നടക്കുമായിരുന്നു. അന്ന് ഇനി സർക്കാർ കാണിച്ച എന്താണെന്ന് കൊണ്ടായിരുന്നല്ലോ, അന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് അവരൊരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പറയുകയാണ്, ഇവിടെ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു കൊള്ള നടന്നപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ടീമിനെ, ടാസ്ക് ഫോഴ്സിനെ വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി ഈ രണ്ടും പുറത്തറിഞ്ഞില്ലായിരുന്നെങ്കിലോ ഒരു SIT ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോണില്ല, ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോണില്ല. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഇവരെത്ര SITകളെ, ഇവരെത്ര ടാസ്ക് ഫോഴ്സുകളെ ഇനിയും നിയമിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം കൊള്ള അത്രമാത്രമാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച്, ഹിന്ദു പരിപാടികൾ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച് ഇങ്ങനെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10,000, 1 ലക്ഷം രൂപ, ഒന്ന് ആലോചിച്ച് നോക്കണേ. 1 ലക്ഷം രൂപയുടെ കണക്ക്, 1 ലക്ഷം രൂപയുടെ കട്ടിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കിടക്കണം. ഏത് നമ്മുടെ വയറ് നിറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ഓരോ ഇടയിലും മറ്റൊരുവരുടെ നിന്ന് തമിഴ് പടത്തിൽ, വിജയുടെ പടത്തിൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്ന ആ കമ്മ്യൂണിസത്തിൻ്റെ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിക്ക് ഉറങ്ങണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ കട്ടിൽ വേണം, 20,000 രൂപയുടെ കിടക്ക് വേണം, 20,000 രൂപയുടെ കിടക്കയില്ല തലയിണ വേണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ കണക്കിലൊക്കെ മാറ്റം വരും. ഈ 1 ലക്ഷം എന്നുള്ളത് 10,000 ആവും. എങ്ങനെയാണെന്നറിയോ? ഇവരിപ്പോൾ ദേവസ്വം ബോർഡും ഈ പറഞ്ഞ IIIC ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീമും കൂടെ ചർച്ച നടത്താൻ പോകാമെന്നാണ് പറഞ്ഞത്. ആ ചർച്ചയ്ക്കൊടുവിൽ ഇവരത് ചിലപ്പോൾ 10,000 ആക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കും. ജനങ്ങളെ പറ്റിച്ചിട്ട് കട്ട മുതൽ തിരിച്ചു കൊടുത്ത് കള്ളൻ മാന്യനാവും. അതാണ് ഇനി വരും ദിവസങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ നടന്നിട്ടുള്ളത് പെരും കൊള്ളയാണ്. ഇടതുപക്ഷത്തെ വെറും കള്ളന്മാരൊന്നും അല്ല ഉള്ളത്, പെരും കൊള്ളക്കാരാണ്. ഈ പറഞ്ഞ കായംകുളം കൊച്ചുണ്ണിയോ അല്ലെങ്കിൽ ആലിബാബയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇവരുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് വന്നിട്ട് ദക്ഷിണ കൊടുത്തിട്ട് ശിഷ്യത്വം സ്വീകരിച്ചാനേ. അതിലും വലിയ കള്ളന്മാർ, അതിലും വലിയ കൊള്ളക്കാരാണ് ഇവന്മാർ. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ? ഒരു പ്രോഗ്രാം നടത്തുന്നു, അതും ഹൈക്കോടതി ഇടപെട്ടിട്ട് ചോദിക്കുന്നു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് പണം കിട്ടിയത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു സ്പോൺസർഷിപ്പിൽ നിന്ന് പണം കിട്ടിയെന്ന് പറയുന്നു. എന്ന് ഹൈക്കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും ഇല്ലാത്ത ഹെഡ്സിലും ഉള്ള ഹെഡ്സിലുമൊക്കെ ആയിട്ട് പണം കൊള്ളയടിക്കാന്നേ. അപ്പോൾ ഇവർക്ക് ആരെയാണ് പേടിയുള്ളത്? അല്ല പോട്ടെ, പേടി വേണ്ട. ആരോടാണ് ബഹുമാനമുള്ളത്? ആരോടാണ് പ്രതിപത്തിയുള്ളത്? ആരോടാണ് പ്രതിബദ്ധതയുള്ളത്? ജനങ്ങളോടില്ല, ഹിന്ദു സമൂഹത്തോടില്ല, കോടതിയോടില്ല,
ക്ഷേത്രങ്ങളോടില്ല, ക്ഷേത്രങ്ങളിലെ പരിപാടികളോടില്ല, ഒന്നിനോടുമില്ല. ആകെ ഈ ഇടതുപക്ഷത്തിന് വേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത് പണം മാത്രമാണ്. ഒരു പോയിന്റോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇനി വരാൻ പോകുന്ന, അത് ശ്രദ്ധിക്കണം കേട്ടോ, ഇനി 1 കോടിയും കൂടെ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു, ഡൊണേഷനായിട്ട് അല്ലെങ്കിൽ സർക്കാരിന് ദേവസ്വത്തിന് 1 കോടിയും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാന്ന് പറഞ്ഞു. ആര് കൊടുക്കുന്നു? അദാനി. ഏതദാനി? കമ്മ്യൂണിസ്റ്റുകൾ നാഴിക്ക് 40 വട്ടവും ബൂർഷ്വ എന്ന് പറഞ്ഞിട്ടും അല്ലാത്ത രീതിയിലുമൊക്കെ കളിയാക്കുന്ന, പുച്ഛിക്കുന്ന. അത് മാത്രമല്ലല്ലോ ശ്യാംരാജ്, എന്ത് സ്പോൺസർമാരാണ്? ആകെ 3 സ്പോൺസർമാരുടെ പേര് പറയുന്നു. ഒന്ന് ധനലക്ഷ്മി ബാങ്ക്, അതാകട്ടെ ദേവസ്വം ബോർഡിന്റെ പണം മുഴുവൻ അവിടെ എത്തുന്നു. അതിന്റെ മന്ത്രി ആരാ? VN വാസവൻ. രണ്ടാമത്തേത് വിഴിഞ്ഞം പോർട്ടിന്റെ അദാനി, 1 കോടി. അതിന്റെ മന്ത്രി ആരാ? തുറമുഖ മന്ത്രി ആരാ? VN വാസവൻ. മൂന്നാമത്തേത് വരുമ്പോഴും മന്ത്രി ദേവസ്വം വാസവൻ തന്നെയാണ്. ഇതില് സ്പോൺസർ ഒന്നുമില്ല. അവസാനം എല്ലാം കുഴഞ്ഞു മറിഞ്ഞെന്ന് ബോധ്യമായപ്പോൾ വാസവൻ അവിടുന്ന് ഇവിടുന്ന് പണം സമ്പാദിക്കുന്നു. അത്രേ ഉള്ളൂ. വാസവൻ അവിടുന്ന് ഇവിടുന്ന് പണം സമ്പാദിച്ച് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. അതുമാത്രമേ. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെ നിന്നാണ് ഇനി വാസവൻ പിടിച്ചിട്ട് മേടിക്കുന്ന ആരുടെ നിന്നാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അദാനി ബൂർഷയല്ലല്ലോ. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ചർച്ചയിലുണ്ട്. എനിക്ക് ചോദിക്കണമെന്ന്, എനിക്ക് ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രതിനിധികളോട്, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ ഇന്നാട്ടിൽ ചർച്ചകൾക്ക് വരുന്ന കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രതിനിധികളോടും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ക്യാപ്സ്യൂള് വാരി വിതറുന്ന അവരുടെ ആളുകളോടും ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ്: ഇപ്പോൾ നിങ്ങൾക്ക് അദാനി ബൂർഷയല്ലേ? അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. ബാക്കിയെല്ലാം കാണിച്ചിട്ടുള്ള കള്ളത്തരമാണെന്ന്. ഈ വാസവൻ എന്ന് പറയുന്ന മന്ത്രിനെ ഉപയോഗിച്ചിട്ട് ഇതുവരെ തട്ടിക്കൂട്ട് കണക്കിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞിട്ടും മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും തട്ടിക്കൂട്ട് കണക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇനി എത്രത്തോളം SITകളും എത്രത്തോളം ടാസ്ക് ഫോഴ്സുകളും വരുമെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ നടത്തുന്ന മൊത്തം കൊള്ളയാണെന്നേ. ഇപ്പോൾ നമ്മുടെ മലബാർ ദേവസ്വം ബോർഡ് എടുത്തു നോക്കിയോ, അവിടെ ഇതുവരെ ദേവസ്വം പ്രസിഡന്റ് പറയാണ്, ആ ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊന്നും വരുമാനത്തിന് ഒരു കണക്കുമില്ല, അതായത് സ്വർണത്തിന് ഒരു കണക്കുമില്ല. ആ സ്വർണ്ണമെല്ലാം അങ്ങോട്ട് പോയി. ഇത് പറഞ്ഞതുപോലെ കേരളത്തിലെ നിരവധിയായിട്ടുള്ള ദേവസ്വം ബോർഡുകളിൽ ഒരു പോറ്റി അല്ലെങ്കിൽ മറ്റൊരു പോറ്റി ഇവർ കയറ്റിക്കൊണ്ടിരിക്കലാന്നേ. അപ്പോൾ ഇതിനകത്ത് ഹിന്ദു സമൂഹത്തോട്, ഹിന്ദു വിശ്വാസങ്ങളോട്, ഹിന്ദു ആരാധനാലയങ്ങളോട് കേരളത്തിലെ ഇടതുപക്ഷം അവർ കാണിക്കുന്ന ആ ഒരു ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു അവഗണന തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു മര്യാദയോ എന്തെങ്കിലും ഒരു മാന്യതയോ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ ക്ഷേത്ര കൊള്ളകൾ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. ഇത് ആ സമൂഹത്തോടുള്ള അവരുടെ തന്നെയാണ്.